പൂപ്പാറ ഒഴിപ്പിക്കലിൽ സർക്കാരിനെയും ഉദ്യോഗസ്ഥരെയും വിമർശിച്ച് വ്യാപാരി വ്യവസായി സംസ്ഥാന നേതൃത്വം. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നത് EMS ആണെന്നും ആ നിയമത്തിന് മുകളിലിരുന്നാണ് ഈ സർക്കാർ ഭരിക്കുന്നത് എന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഭരണത്തിലിരുന്ന് വ്യാപാരികളെ ദ്രോഹിക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായി ചെറുക്കുമെന്നും MM മണിയിലും പിണറായി വിജയനിലുമൊക്കെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പൂപ്പാറയിലെ കുടിയിറക്ക് ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൂപ്പാറയിലെ വ്യാപാരികളെ ഒഴിപ്പിച്ച് കടകൾ സീൽ ചെയ്തിരുന്നു. കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ വിഷയത്തിൽ സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ഹാരിസൺ കമ്പനിക്കുമെതിരെ വിമർശനവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തി. കുടിയൊഴിപ്പിക്കലിനെതിരെ AKG നടത്തിയ സമരം സർക്കാരിനെ ഓർമ്മപ്പെടുത്തി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. MM മണിയിലും പിണറായി വിജയനിലും പ്രതീക്ഷയുണ്ടെന്ന് രാജു അപ്സര പറഞ്ഞു. എന്ത് നിയമമാണ്? ഇടതുപക്ഷ പ്രസ്ഥാനമാണ് ഇവിടെ ഭരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തെക്കുറിച്ചും പ്രതീക്ഷയില്ല. എന്നാൽ മുഖ്യമന്ത്രിയെക്കുറിച്ചും ഇവിടുത്തെ MLA കുറിച്ചും ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. നിർബന്ധമായും ഇത് ഉടനെ നടപ്പാക്കണം. ഇവർക്ക് വ്യാപാര സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കണം. ഞങ്ങളെ നിയമം ലംഘിക്കുന്നവരാക്കി മാറ്റരുത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ് വ്യാപാരികൾ. അവരെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കാൾ അപ്പുറം ഒരു ശിക്ഷയില്ല. അതിന് തയ്യാറായി നിൽക്കുന്നവർ അതിലേക്ക് നടത്തിയാകെ അത്തരമൊരു വലിയ ശക്തമായ സമരത്തിലേക്ക് നയിക്കരുത്. അതേസമയം ഹാരിസൺ കമ്പനിയാണ് പൂപ്പാറയിലെ കുടിയൊഴിപ്പിക്കലിന് പിന്നിലെന്നും ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുകയാണെന്നും രാജു കുറ്റപ്പെടുത്തി. ഈ ഹാരിസൺ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഏത് നിയമങ്ങളും അവരാണ് തീരുമാനിക്കുന്നത്. ഈ പാവപ്പെട്ടവരെ ഇറക്കി വിടാൻ ഹാരിസൺ കമ്പനിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് വേണ്ടുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം അവർക്ക് മാസപ്പടി കൊടുക്കുകയാണ്. ഈ പാവപ്പെട്ടവരെ ഒഴിവാക്കി ഭൂമി കൈയടക്കാൻ. കാരണം അവരുടെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കർ അനധികൃത ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ്. ഇവിടെ ജനവാസം ഉണ്ടായാൽ സ്വാഭാവികമായും അവർക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടാകും, ജനരോഷമുണ്ടാകും. ജനങ്ങളില്ലെങ്കിൽ എന്നും അവർക്ക് കൈകാര്യം ചെയ്യാമല്ലോ. അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ പുനരധിവാസം സാധ്യമാകുന്നതുവരെ ഏക വരുമാന മാർഗമായ കച്ചവടം തുടർന്നു കൊണ്ടുപോകുന്നതിന് കടകൾ തുറക്കുവാൻ സർക്കാർ ഇടപെടണമെന്നും രാജു ആവശ്യപ്പെട്ടു. ഒപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണയോടെ സമരം ശക്തമാക്കുവാനാണ് പൂപ്പാറയിലെ വ്യാപാരികളുടെയും തീരുമാനം. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.